ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിസ ഒക്കെ കണ്ടിട്ട് ഇവിടെ ഫ്ലോറൻസ് വന്നു. ഫ്ലോറൻസിൽ നിന്ന് ഇപ്പം നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കുക വെനീസിലോട്ട്. വെനീസ് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് നമ്മൾ പോകുന്നത്. ട്രെയിൻ കണ്ടോ? ഇവരുടെ ഒരു ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പോലെയാ, ഹൈ ലക്ഷറി ട്രെയിനാണ് ഇറ്റാലോ എന്ന് പറഞ്ഞ് ഇപ്പുറത്തും കിടക്കുന്ന ലോങ് ഡിസ്റ്റൻസും ഔട്ട് ഓഫ് കൺട്രി ഒക്കെ പോകുന്നത്. ഒരു രക്ഷയില്ല ഉള്ളില്. നോക്കട്ടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. അതും എല്ലാം ഹൈ സ്പീഡ് ട്രെയിൻസ്. എത്തിയേക്കുന്ന ലൊക്കേഷനാണ് വെനീസ്, ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് വെനീസ്, ഇറ്റലിയിലെ. അപ്പോൾ നമ്മൾ ഇനിയും ഇപ്പം നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം വെനീസ്. ബാക്കി പുറത്തിറങ്ങിയിട്ട് കാഴ്ചകൾ കാണിക്കാമേ. വെനീസിലെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണുന്നത് കനാൽസ് ആണ്. വെനീസിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോൾ കനാലുകളാണല്ലോ. ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് വെനീസ്. 118 ഐലൻഡ്സിനെ അതിനെ ഇങ്ങനെ നടുക്കൂടെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 150 കനാലുകളാണ്. ഈ കനാലിൽ കൂടിയാണ് ഇവരുടെ പണ്ട് തൊട്ട് ഹിസ്റ്റോറിക്കലി ഇവരുടെ ബിസിനസ്, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. നമ്മൾ യൂറോപ്പിലെ പണ്ടത്തെ കാലത്ത് പലരൊക്കെ ഈ ഹോഴ്സും അതിൻ്റെ ക്യാരേജസും ഒക്കെ യൂസ് ചെയ്യുന്നോട്ടായിരുന്നു. വെനീസിലെ ബോട്ടെന്നല്ല ഇതിനെ വിളിക്കുന്ന ഗൊണ്ടോള, വെനീസിലെ ഗൊണ്ടോളാസ്. അടിപൊളിയല്ലേ? ഓ എന്ത് ഭംഗിയാണ് വെനീസ്. ആ ഒരു ബ്രിഡ്ജസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു അതുപോലത്തെ 4 ബ്രിഡ്ജസാണ് അപ്പുറം ഇപ്പുറം കടക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം വെള്ളത്തിൽ കൂടെ ചുറ്റിക്കറങ്ങി കാണുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ വന്ന സ്റ്റേഷൻ, സെയിൻറ്റ് ലൂസിയ സ്റ്റേഷൻ, വെനീസ്. ടൂറിസം ഒരു വലിയൊരു കോൺട്രിബ്യൂട്ടറാണ് വെനീസിൻ്റെ എക്കോണമിക്ക്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് 30 മില്യൺ ടൂറിസ്റ്റ്സ് ആണ് വരുന്നത്. അതിൽ ഒരു 20 മില്യൺ ടൂറിസ്റ്റ്സ് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത വർഷം തൊട്ട് എൻട്രി ടാക്സ് ഒക്കെ ഇടുമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് വെനീസ് ഓഫ് ദ വെസ്റ്റ്. നമ്മുടെ ആലപ്പീനെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ വെനീസിനെ, ഇറ്റാലിയിലെ ഈ വെനീസിനെ റിപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ബോട്ട് ഫുള്ള്. ഇവിടെ ആക്ച്വലി കാറുകളില്ല കേട്ടോ. നമ്മുടെ സിറ്റി സെൻറ്റർ കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് ഫുള്ള് കാറ് കാണാനേ പറ്റില്ല, എല്ലാം ബോട്ടുകളാണ്. എല്ലാ സ്ഥലത്തോട്ടും ഫെറി ബോട്ട് വഴി ഫുള്ള് ചുറ്റിക്കറങ്ങണം. കുറേ ഐലൻഡ്സ് ഉണ്ട്, ബുറാനോ എന്ന് പറഞ്ഞ ഐലൻഡ്സ് ഉണ്ട്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഉള്ളിക്കൂടെ അങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ ഇവിടെ. ശരിക്കും ഉണ്ടല്ലോ, വെനീസ് 1800s or 1700s വരെ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി പോലായിരുന്നു. റിപ്പബ്ലിക് ഓഫ് വെനീസ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. എന്നിട്ടാണ് ഇറ്റലിയുടെ കീഴിൽ വന്നത് വെനീസ്. ഭയങ്കര വെൽത്തി ആയിരുന്നു ഇവർ, കാരണം ഇവർക്ക് ട്രേഡ് ആയിരുന്നല്ലോ, വാട്ടർ ത്രൂ ഉള്ള ട്രേഡും കാരണങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു വെനീസ്. ഒരുപാട് ഫേമസ് കാര്യങ്ങളുണ്ട് കേട്ടോ. മാർക്കോ പോളോ എന്നൊരു, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ മാർക്കോ പോളോ എന്ന് കേൾക്കുന്നോട്ട് ആ പുള്ളിയുടെ സ്ഥലമായിരുന്നു. ഒരുപാട് ആർക്കിടെക്ചറൽ ബ്യൂട്ടീസ് ഉണ്ട്, ഈ വാട്ടർ വേയ്സ് ഉണ്ട്, ഈ ഒരുപാട് ഗൊണ്ടോളേഴ്സ് ഉണ്ട്. ഗൊണ്ടോളേഴ്സ് വഴിയാണ് നമ്മൾ ഈ വെനീസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇങ്ങനെ വെനീസിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു പാലം കേട്ടോ. ഈ പാലത്തിൽ നിന്ന് നമുക്ക് പല സ്ഥലത്തോട്ട് നടക്കാം, ബോട്ട് എടുക്കാം. അപ്പോൾ ബോട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഫെറി, ഭയങ്കര തിരക്ക്. ഈ ഗൊണ്ടോളകളുണ്ടല്ലോ, ഇടയ്ക്കൊരു സമയം 10,000 വരെ ഉണ്ടായിരുന്നു. അത്ര 10,000. ഇപ്പോൾ കുറഞ്ഞ് ഏകദേശം 400 അടുത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സെയിൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ നടക്കുന്നത്. ഫുള്ള് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ വെനീസിലെ സിറ്റി. റോമൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടോ. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ ട്രെയിനിൽ വന്നപ്പോഴത്തേക്ക് കുറേ USA നിന്നുള്ള കുറച്ച് ആൾക്കാരെയും കാനഡ എന്നുള്ള ആൾക്കാരെയൊക്കെ കണ്ടു. അവർ പറയാം അവർ റോം മടുത്തു, ഇനി റോമിലോട്ട് തിരിച്ചു പോകാൻ ചാൻസ് ഇല്ല. പകരം അവർ ഈ വെനീസിലെ ഏരിയാസും പിന്നെ ഫ്ലോറൻസും അങ്ങനെ വേറെ സ്ഥലങ്ങളാണ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ നല്ലതെന്നാണ് അവർ പറയുന്നത്. നമുക്കെന്തായാലും നടന്ന് കാഴ്ചകൾ കണ്ടുപോകാമേ. പല സ്ഥലങ്ങളുണ്ടല്ലോ. ഞാൻ ഗ്രീസിലും ശ്രദ്ധിച്ചു, ഇവർ ഈ ഭിത്തിമയൊക്കെ വരച്ച് നശിപ്പിച്ചേക്കുക. എന്ത് പരിപാടിയായി ഇതുപോലത്തെ ആൻഷ്യൻ സ്ഥലങ്ങളും സംഭവങ്ങളും ഇങ്ങനെ വരച്ച് കൊളവാക്കുന്നത്. ആ വലിയ കനാൽ പോലെ ഇവിടെ ചെറിയ കനാലുകളുമുണ്ട് കേട്ടോ. ചെറിയ കനാലിൽ കൂടെയൊക്കെ നമുക്ക് കണ്ടുപോകാം. മറ്റേ വലിയ ബോട്ടുകളൊക്കെ ആ മെയിൻ സ്ഥലങ്ങളിൽ കൂടെ കാണിക്കുള്ളൂ. നമുക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോകുന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഒന്നിൽ വൺ സൈഡഡ്
നമ്മൾ ബോട്ട് എടുത്തിട്ട് തിരിച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ആ വാട്ടർ വേസും ആ കനാൽസിൽ കൂടെ ഉള്ള ഒരു വഴികൾ കാണാം. പിന്നെ ഒരു സൈഡിൽ കൂടെ നടക്കാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര ക്യൂ അവിടെ. അപ്പോൾ അങ്ങോട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. തിരിച്ച് വരുമ്പോൾ നമുക്ക് ബോട്ട് എടുക്കാം. ഇവരുടെ ഗൊണ്ടോല കണ്ടോ, എൻ്റെ ഭംഗിയാലേ. കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നു. പഴയ കെട്ടിടങ്ങളും നല്ലൊരു കാറ്റും ബ്രീസും. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ സൗണ്ട് കേൾക്കാമായിരിക്കും കാറ്റിൻ്റെ. അടിപൊളി ബ്യൂട്ടിഫുൾ സിറ്റി വെനീസ്. ഇറ്റലി എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടല്ലോ, ശരിക്കും എനിക്ക് തോന്നുന്നില്ല മിനിമം ഒരു 3 മാസം to 6 മാസമൊക്കെ എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് അത്യാവശ്യം ഫുള്ള് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ, ഒരുപാട്. എല്ലാ സ്ഥലങ്ങളും എടുത്തോ. ഇപ്പം ഫ്ലോറൻസ് ആയിക്കോട്ടെ, വെനീസ് ആയിക്കോട്ടെ, റോം ആയിക്കോട്ടെ, ഏറ്റവും താഴ്ഭാഗത്തൊരു സ്ഥലമുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല, ടിവോളി എന്ന് പറഞ്ഞ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്. ഈ നമ്മുടെ പിറാമിഡ്സില്ലേ അതിൻ്റെ ഒരു റെപ്ലിക്ക പോലെയൊക്കെ കൊളോസിയത്തിൻ്റെ അടുത്ത സ്റ്റോപ്പിലെങ്ങാണ്ടുണ്ട്. സോ മെനി തിങ്സ്. ഇത് ഓരോ സൈഡ് സെലക്ട് ചെയ്യുക, കാണാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ കാണുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതേ നടക്കുള്ളൂ. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫീലാട്ടോ. നല്ല ടൂറിസ്റ്റ് ഇൻഫ്ലോ ഉള്ള ഒരു കൺട്രിയാണ്. ഇഷ്ടം മാതിരി ആളുണ്ട്. ഇവിടെ എന്തൊക്കെ കച്ചവടം ഉണ്ടെന്നറിയാമോ? അവിടെ ഒരു ചേട്ടൻ അവർക്ക് മറ്റേ വെനീസിൽ വന്നിട്ട് ഈ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്യുന്ന കാണിക്കാനായിട്ട് പൂക്കൾ വെച്ചിട്ടുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ ആ പൂക്കൾ വാടകയ്ക്ക് എടുക്കുക. എത്രയോ യൂറോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ കുഞ്ഞു ബിസിനസ്, ഇഷ്ടംപോലെ പറ്റിപ്പ് നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് പോക്കറ്റ്സിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്, നമ്മളൊത്തിരി ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഫാക്ടർ ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താ പറയുക, ഇവർ പ്രോപ്പറായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല എവിടെ എന്തൊക്കെയാണെന്നുള്ളത്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എവിടെ പോകണം, എന്ത് ചെയ്യണം, ബോർഡിങ്സും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർ പോരാ. പല സ്ഥലത്ത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഇവരുടെ ടൂറിസം പോയിൻറ്റ്സിൽ നിർത്തിയേക്കുന്ന സ്റ്റാഫും അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ക്ലിയറായിട്ട് വ്യക്തമാക്കി തരില്ല. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപോകും എന്നുള്ളതേ ഉള്ളൂ. ഗൊണ്ടോള ഇപ്പം ചരിയും. JD സെയിൻറ്റ് മാർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയറിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നേ. ഈ വഴികളൊന്നും മനസ്സിലാവുന്നില്ല, ചെറിയ വഴികളാണ്. എന്തായാലും പോയി നോക്കാം, ചെറിയൊരു സ്ഥലമല്ലേ, എല്ലാം നടക്കാവുന്ന ദൂരങ്ങളൊക്കെ ഉള്ളൂ. ഈ സെയിൻറ്റ് മാർക്സ് സ്ക്വയറിലുണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെയിൻറ്റ് മാർക്സ് ബസിലിക്ക ഉള്ളത്. സെയിൻറ്റ് മാർക്സ് ബസിലിക്ക ശരിക്കും നമ്മുടെ വാറ്റിക്കാനിലുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പോലെയാണ്. മാർക്ക് ആക്ച്വലി യേശുക്രിസ്തുവിൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. മെയിൻ 12 ആയിട്ടുള്ള അല്ല, ബട്ട് ഹീസ് ദ വൺ ഹൂ റോട്ട് ദ ബുക്ക് ഓഫ് മാർക്ക്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിളിലെ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ വെനീസിലെ ഉള്ളു വഴികളിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. പാസ്ത, പിന്നെ ഈ പിസ്സ, പിന്നെ ലസാന്യ, പിന്നെ ഇവരുടെ ബ്രെഡിനകത്ത് പല സാധനങ്ങൾ സ്റ്റഫ് ചെയ്ത പലതരം ഹാംസ്, സാൻഡ്വിച്ചൊക്കെ പോലെ. ഇതാണ് മെയിൻലി എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഇവരുടെ ഒരു ഫുഡ് ഐറ്റം. എന്തോ ഒരു പഴക്കമുള്ള ബിൽഡിങ്സാണ്, നോക്കിയേ. ഈ നടക്കുന്ന വഴികളിൽ കൂടെ ഈ പഴയ ഒരു വഴികളും അതിൻ്റെ ഇടയ്ക്കൂടെ നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്സും. എല്ലാ റെസ്റ്റോറൻറ്റ്സിനും പുറത്ത് ഇങ്ങനെ ചെയർസൊക്കെ ഉണ്ടാവും കേട്ടോ. നടന്ന് വീണ്ടും നമ്മൾ വാട്ടർ കനാലിൻ്റെ അങ്ങോട്ട് എത്തി. ഈ വാട്ടർ കനാലാണ് ഫുൾ എല്ലായിടത്തോട്ടും കണക്ട് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ആ സെയിൻറ്റ് മാർക്ക് സ്ക്വയറിലോട്ട് ഷോർട്ട് കട്ടാട്ടോ. ഇതാ ഫെറിയാണ്, നോക്കിയ ആള്. മനുഷ്യന് ഒരു സ്ഥലത്തുണ്ടല്ലോ ഇവിടെ സീസണിൽ വന്നാൽ ക്യൂവിൽ നിന്നും വഴിയാവാന്നല്ലാതെ ഒന്നും നടക്കില്ല. ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. എല്ലായിടത്തും എന്തോരം ക്യൂ നിൽക്കണമെന്നറിയാം. നോക്കാം ആ ബോട്ടിൻ്റെ തിരക്ക്, ഇത്രോരം ആളതിലെന്നൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അത്രയും പേരാണ്. അതിൻ്റെ പിന്നാലെ വരുന്ന എല്ലാ ഫെറീസും ഫുള്ളാണ്. അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു സെൻറ്റ് മാർക്കിൻ്റെ കത്തീഡ്രൽ.
ഇവിടുന്ന് ഒരു ഹാർഡ്ലി 400 meters. Google is asking us to swim. ഗൂഗിൾ ഈസ് ആസ്കിങ് അസ് ടു സ്വിം. ഗൂഗിൾ നമ്മളോട് ഇനി മുന്നോട്ട് നീന്താനാണ് പറയുന്നത്. പാലം കണ്ടില്ലയോ എന്തോ? അവിടെ ഒരു പാലം ഉണ്ട്, നോക്കാം. അവിടെ ബോട്ടുകൾ നൈസായിട്ട് പോകുന്നു. ഇവിടെ ആൾക്കാർ ഒരു സൈഡിൽ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുന്നു. നമ്മൾ മുന്നോട്ട് ആ ഒരു ബ്രിഡ്ജുണ്ട് അവിടെ, ആ ഫേമസ് ബ്രിഡ്ജാണ് അത് ക്രോസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആക്ച്വലി പിസ്സ ട്രൈ ചെയ്തു, ലസാനിയ ട്രൈ ചെയ്തു, ഇവരുടെ ഒത്തൻറ്റിക് 1-2 ഡിഷസ് ട്രൈ ചെയ്തു. ബാക്കി പെൻഡിങ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പാസ്ത, ഇവരുടെ ഒരു പാസ്ത ട്രൈ ചെയ്യണം. പിന്നെ ഇവരുടെ ഒരു ജലാറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇറ്റ് വാസ് ആക്ച്വലി ഇറ്റലിയിലാണ് കണ്ടുപിടിച്ചത്. ഇത് ഒരു ഫ്രോസൺ ഡിസേർട്ട് പോലെ ഒരു ടൈപ്പ് ഐസ്ക്രീമാണ്, ഒരു വെറൈറ്റിയാണ്. ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഫ്രോം ഇറ്റലി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നല്ലൊരു ഫീലാണ്. കണ്ടോ ആ ബ്രിഡ്ജിൽ അവിടെ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല, അത് ഫുള്ളാണ്. ജേഡി എവിടെ പോയോ എന്തോ. പിന്നെ ഇത് സമാധാനമായിട്ട് നടന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ, ഫുഡ് ഐറ്റംസ് ഉണ്ട്, കുടിക്കാനുള്ള ഓപ്ഷൻസ്, നിന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് ഇത് എൻജോയ് ചെയ്ത് വേണം പോവാൻ. പറഞ്ഞില്ലേ ഇവരുടെ ഒരു ഫേമസ് ബ്രിഡ്ജാണ് ഇവിടെ. കുറേ പേര് വന്ന് അവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ തന്നെ അടിപൊളിയാണ്. ഈ പാലത്തിൽ നിന്ന് ഈ ഒരു വ്യൂ കാണാനായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. വൈകുന്നേരം സമയത്ത് ഒരു വ്യൂ. ഏകദേശം ഒരു 5 മണിയായി. എല്ലാവരും ഇവിടെ ചിൽ ആൻഡ് വൈബിങ്. നമ്മൾ വന്നെത്തി നിൽക്കുന്നത് സാൻ മാർക്കോ സ്ക്വയർ. സാൻ മാർക്കോ എന്ന് പറയുമ്പോൾ സെയിൻറ്റ് മാർക്സ് സ്ക്വയർ. ഇവിടെ ഒരു സെയിൻറ്റ് മാർക്കിൻ്റെ ഒരു കത്തീഡ്രലുണ്ട്. ഇത് ഓൾമോസ്റ്റ് നിയർ ദ സെൻറ്റർ ഓഫ് വെനീസ് ആണ്. ഭയങ്കര ഫേമസാണ്. ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയ സെയിം ബിൽഡിങ്സ് അല്ലേ നമ്മൾ വറ്റിക്കാനൊക്കെ എടുത്തോട്ട്. പിന്നെ ഒരുപാട് ടൈമില്ല, അതുകൊണ്ട് ഉള്ളിൽ കയറുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടവർ പോലെ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. ഈ ഒരു സാൻ മാർക്കോ സ്ക്വയർ എന്ന് പറയാൻ കാരണം ചുറ്റിനും ആ ഒരു സ്ക്വയർ അല്ലേ, കണ്ടോ? ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ്, ആസ് ഇൻ ബിൽഡിങ്സിൻ്റെ ചുറ്റിനുമാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ കുറേ ഷോപ്സും കുറേ ആൾക്കാരും കുറേ പ്രാവുകളും. പ്രാവ് മാത്രമല്ല, ഇവിടെ ഞാൻ 2 സീഗളിനെയും കണ്ടു. അതെവിടെ ബഹളം ഉണ്ടാക്കുന്നത്. ദാ കണ്ടോ, സീഗളിലാണ് അത് പറന്ന് നിൽക്കുന്നത്. ഇവിടെ സീകൾ വരെ കറങ്ങി നടപ്പുണ്ട്. ഇവിടെ വെള്ളം അടുത്തല്ലേ, അതിൻ്റെ ഇതായിട്ടാണ് സീഗൾസ് ഫുള്ള് പ്രാവായിട്ട് അക്രമമാണ് ഫുഡിന്. സീഗൾസ് ഇത്രയും പ്രാവുകളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതിന് മുന്നേ. അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി സൗണ്ട്. ആൾക്കാരെ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്. എന്നെ തട്ടി ഇട്ടേനല്ലോ ചങ്ങാതി. പേടിയൊന്നുമില്ല ഇതുങ്ങൾ കേട്ടോ. കൊത്തോ എന്തോ, അതിനെ എൻ്റെ വഴിക്ക് വിട്ടേക്കാം. സെയിൻറ്റ് മാർക്സ് ബസിലിക്ക ഉണ്ടല്ലോ, അത് ആക്ച്വലി ബിൽഡ് ചെയ്തത് 9th centuryയിലായിരുന്നു. ശരിക്കും പറയപ്പെടുന്നത് ടു ഹൗസ് ദ റിമെയിൻസ് ഓഫ് സെയിൻറ്റ് മാർക്ക് ഹു വാസ് ബ്രോട്ട് ഫ്രം അലക്സാൻഡ്രിയ, ഈജിപ്റ്റ്. പിന്നെ കുറേ റിലീക്സ് ഉണ്ട്. ശരിക്കും ഇവർ ബിൽഡ് ചെയ്തത് ഇവരുടെ ഒരു ട്രിബ്യൂട്ട് പോലായിരുന്നു ഫോർ ദ സിമ്പിൾ ഓഫ് വെനീസ് പവർ, വെൽത്ത് ആൻഡ് റിലീജിയസ് ഡിവോഷൻ ആസ് വെൽ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. തിരിച്ചു പോകണം. ഒരു ½ an hour കഴിഞ്ഞ് നമ്മുടെ ബോട്ട് കിട്ടുമോ നോക്കണം. തിരക്ക് കാരണം കിട്ടുമല്ലോ എന്ന് അറിയില്ല. തിരിച്ചു പോകുന്ന വഴി ബോട്ടിലെ കുറച്ച് കാഴ്ചകളും കൂടെ എടുത്തിട്ട് വന്ന സ്റ്റേഷൻ സെയിൻറ്റ് ലൂസിയ വെനീസ് സ്റ്റേഷൻ ചെന്നത്. അവിടുന്ന് ഒരു 7:30 to 8 ഗ്യാപ്പിൽ നമ്മുടെ ട്രെയിനുണ്ട് ബാക്ക് ടു റോമ ടെർമിനൽ. അപ്പോൾ കുറച്ച് കാഴ്ചകൾ ഇവിടുത്തെ കാണിക്കാം. സെയിൻറ്റ് മാർക്സ്, ബാക്കി അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. സാൻ മാർക്കോ എന്ന് നടന്നു വരുമ്പോൾ നമ്മളിവിടെ വാട്ടർ ടാക്സി ഉണ്ട്. വാട്ടർ ടാക്സി ചോദിക്കാൻ വന്നതാ. തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്, അതൊരു കാത്തീഡ്രൽ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചേർച്ചസ് ഉണ്ട്. ഇവിടെ വെനീസിൻ്റെ വാട്ടർ ലൈനാണ്. നമ്മൾ അവിടെ നിന്ന് ആക്ച്വലി നടന്നാണ് ഇവിടെ വന്നത്. ഇവിടെ നിന്ന് തിരിച്ച് ബോട്ട് കിട്ടുമോയെന്ന് നോക്കാനായിരുന്നു. ഇവിടെയും ക്രൗഡുണ്ട്, എല്ലാവരും തിരിച്ചു പോകുന്ന സമയമാണ്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട്
ഇവിടെ ടാക്സി ചോദിച്ചു. പിന്നെ അവിടെ ഒരു ഇതും കൂടെ നോക്കണം, ഫെറിയുടെ ഒരു ഓപ്ഷനും കൂടെ. നമ്മളങ്ങോട്ടാണ് നടക്കുന്നത്. എല്ലാവരും ആ വഴിക്കാം. ഈവനിങ്ങിൻ്റെ ഒരു വൈബ് ഓൾറെഡി വന്നു തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതാ അവിടെ അതും ഒരു ചേർച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ വാട്ടർ ലൈനിലുള്ള ബിൽഡിങ്സ് കണ്ടോ? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാമേ. ഇതാണ്ടോ ഓരോ ബിൽഡിങ്സ്. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുക. ഗൊണ്ടോള വീണ്ടും ചോദിച്ചു, പക്ഷേ ദേ ഓൺലി ഹാവ് എ റൗണ്ട് ട്രിപ്പ്. ഏതോ പാക്കേജ് പോലെ അവർ കറക്കി ഇവിടെ തന്നെ കൊണ്ടെത്തും. വി നീഡ് ടു റീച്ച് ദ സെയിൻറ്റ് ലൂസിയയുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ദിസ് സൈഡ് നടന്ന് വന്നുകൊണ്ട് തിരിച്ച് ആ ഒരു ബോട്ടിൽ കൂടെ പോയാൽ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാമല്ലോ എന്ന് വെച്ചു. അവിടെ വേറെ ഒരു വലിയ ബോട്ടൊക്കെ ഉണ്ട് അവിടെ. Let's go and see if we can get a ferry back to St. Lucia railway station. It's obviously better when you come here. എന്ന് വെച്ചാൽ 1-2 ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ കണ്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്നുള്ളത്. ബിക്കോസ് വെനീസ് ഈസ് ഹ്യൂജ്. സി അവിടെ നമ്മൾ നേരത്തെ കണ്ട സാൻ മാർക്കോ സ്ക്വയർ, സെയിൻറ്റ് മാർക്സിൻ്റെ ആ കാത്തീഡ്രലൊക്കെ ഉള്ളത്. തിരിച്ചാണ് അവിടെ പോയി ഫെറിയുടെ കാര്യം ചോദിക്കേണ്ടത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 ആവുന്നു. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല ക്രൗഡും പാക്ഡാണ്. ടൂറിസ്റ്റ് പാക്ഡാണ്. സമ്മറായതുകൊണ്ടാവും ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ. ഒരു മലയാളി ഫാമിലീനെയൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു മലയാളി ഫാമിലീനെ കാണുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ട്രെയിനിലാണ്. എല്ലാവരും തീപ്പട്ടിക്കുട്ടീനെയും കൊണ്ടാണ് വരുന്നത്. ആ പാലം കണ്ടോ? ആ പാലത്തിൽ നടന്നു പോകുന്നത് കൂടാതെ ഫോട്ടോ എടുക്കാനും ആളുടെ തിരക്ക് നോക്ക്. ഇത്രയും വലിയ സ്ഥലത്തായിട്ട് സ്പ്ലിറ്റായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോരം ഓവർ ക്രൗഡാണെന്നറിയാം ഇവിടെ. ഫെറോവിയ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് നമുക്ക് പോകേണ്ടത്. എന്ന് പറഞ്ഞ ഇതിൽ വെയിറ്റ് ചെയ്യണം. എല്ലാ 10 മിനിറ്റും നമുക്ക് ഫെറി വരും ടു ഫെറോവിയ. ഫെറോവിയാണ് റെയിൽവേ സ്റ്റേഷന് ഇറങ്ങേണ്ട സ്റ്റോപ്പ്. ഒരാൾക്ക് ഏകദേശം 9 വരും. 9 യൂറോസാണ് വരുന്നത്. ഇവിടെ നല്ല തിരക്കാണ്, പക്ഷേ വെയിറ്റ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ബോട്ട് കിട്ടി. ഒരു അരമണിക്കൂറാണ് കാണിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടെത്തും. ഈ വെനീസ് ഉണ്ടല്ലോ, ഇത് വെള്ളത്തിലാണെന്നല്ലോ. ഇറ്റ്സ് ബിൽറ്റ് ഓൺ വാട്ടർ. അതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു സിങ്കിങ് സിറ്റി ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1 to 2 mm ആണ് ഒരു വർഷം വെച്ചിട്ട് സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും 1000 വർഷം അടുത്ത് പഴക്കമുണ്ട്. അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ഇൻ യൂറോപ്പ് എന്നാണ് പറയുന്നത്. അടിപൊളി ആർക്കിടെക്ചർ, ശരിക്കും ഫാസിനേറ്റിംഗ് ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ്, ആക്ച്വലി മേക്കിംഗ് ഇറ്റ് ട്രൂലി വൺ ഓഫ് എ കൈൻഡ് സിറ്റി. അങ്ങനെ നമ്മൾ കറങ്ങി വന്നു. തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തി. വെനീസിൻ്റെ നടന്ന് പോയി സാൻ മാർക്കോയും സ്ഥലങ്ങളൊക്കെ കണ്ടു. തിരിച്ച് നമ്മൾ ബോട്ട് വഴി വന്നു. ഇവിടെ എത്തി. എന്തെങ്കിലും കഴിക്കണം. അടുത്ത ട്രെയിനിൽ തിരിച്ച് റോമിലോട്ട് എത്തണം. അടിപൊളിയായിരുന്നു. ബട്ട് ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്താലേ കുറച്ചുകൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്ക് ടു റോം. ഇന്നത്തെ വീഡിയോ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല. ഇന്നിവിടെ എൻഡ് ചെയ്യും. നാളെ കുറച്ചൊരു വീഡിയോയും കൂടെ കുറച്ച് റോമൊക്കെ കിട്ടിയിട്ട് നമ്മൾ തിരിച്ച് ബൈക്ക് പോകാം. ഒരു 3 മണിക്കൂറും കൊണ്ട് നമ്മൾ റോം ടെർമിനി എത്തും. എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.